ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇന്ന് കർത്താവ് നമുക്കും നമ്മുടെ മക്കളുടെയും രക്ഷയ്ക്കു വേണ്ടി പ്രവർത്തിക്കുന്നതിന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കളുടെ സംരക്ഷണത്തിന്, നമ്മുടെ മക്കളുടെ അനുഗ്രഹത്തിന്, നമ്മുടെ മക്കളെ ബാധിച്ചിരിക്കുന്ന എല്ലാ തെറ്റായ ബോധ്യങ്ങളിൽ നിന്നും അവരെ രക്ഷപ്പെടുത്തുന്നതിന് കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുന്ന് നമ്മുടെ മക്കൾക്കു വേണ്ടി പോരാടും. തെറ്റായ സ്വാധീനങ്ങളിൽ നിന്ന്, വിനാശകരമായ ശീലങ്ങളിൽ നിന്ന്, അവരുടെ ആശയക്കുഴപ്പത്തിൽ നിന്ന്, മത്സരബുദ്ധിയിൽ നിന്ന്, ഭയത്തിൽ നിന്ന്, ആസക്തിയിൽ നിന്ന് എല്ലാം നമ്മുടെ മക്കളെ രക്ഷിക്കാൻ കർത്താവായ ദൈവത്തിൻ്റെ കരം ശക്തമാണ്. അവിടുന്ന് ശത്രുവിൻ്റെ കരത്തിൽ നിന്ന് നമ്മുടെ മക്കളെ രക്ഷിക്കും. അതിനാൽ മക്കളെക്കുറിച്ച് ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കൾക്ക് ഇനി വേദന വേണ്ട. ദൈവം നിങ്ങളുടെ മക്കൾക്കു വേണ്ടി പോരാടും. ദൈവം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പോരാടും. അവിടുന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ രക്ഷിക്കും. അതിനാൽ നമ്മുടെ മക്കളെ ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച് ദൈവത്തിലേക്ക് തിരികെ നൽകുക. കർത്താവിൽ വിശ്വാസമർപ്പിക്കുക. അവിടുന്ന് നമ്മെക്കുറിച്ച് കരുതലുള്ളതുപോലെ നമ്മുടെ മക്കളെക്കുറിച്ചും കർത്താവിനൊരു കരുതലുണ്ട്. നമ്മെ നോക്കി അനുഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ മക്കളെയും കർത്താവ് അനുഗ്രഹിക്കുന്നു. അതിനാൽ നാം ഭാരപ്പെടേണ്ട. നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും ഭംഗിയായി ചെയ്യുന്നതിനും മക്കളുടെ കാര്യത്തിൽ ദൈവികമായ ആലോചന ഉണ്ടാവുകയും മക്കളെ എങ്ങനെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ വളർത്തണം, സഹായിക്കണം, കരുതണം, ശാസിക്കണം, ശിക്ഷിക്കണം, അനുഗ്രഹിക്കണം, സ്നേഹിക്കണം എന്നത് ദൈവത്തിൻ്റെ ജ്ഞാനമുള്ളവർക്ക് മാത്രമേ സാധിക്കൂ. അതിനാൽ നമ്മുടെ മക്കളെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ദൈവഭയമുള്ള, ദൈവഭക്തിയുള്ള ദൈവമക്കളായി വളർത്തുന്നതിന് കർത്താവിൻ്റെ ജ്ഞാനത്തിനു വേണ്ടി ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49 അധ്യായം 25 വാക്യം ഇപ്രകാരം പറയുന്നു: കർത്താവ് അരുളി ചെയ്യുന്നു, ശക്തനിൽ നിന്ന് അടിമകളെ വിടുവിക്കുകയും സ്വേച്ഛാധിപതിയിൽ നിന്ന് ഇരയെ രക്ഷിക്കുകയും ചെയ്യും. എന്തെന്നാൽ നിന്നോട് പോരാടുന്നവരോട് ഞാൻ പോരാടുകയും നിന്റെ മക്കളെ രക്ഷിക്കുകയും ചെയ്യും. ഈ തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നമ്മുടെ മക്കളെ രക്ഷിക്കും എന്ന ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ നാം വിശ്വസിക്കുക. നമുക്കെതിരെ പോരാടുന്നവർക്കെതിരെ ദൈവം പോരാടുന്ന ദിവസമാണ് ഇന്ന്. അതിനാൽ ഇന്നത്തെ ദിവസം നമ്മുടെ പോരാട്ടങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക. നമ്മുടെ ജോലിയെ, നമ്മുടെ അറിവില്ലായ്മയെ, നമ്മുടെ ബുദ്ധിയെ, ബുദ്ധിശൂന്യതയെ, നമ്മുടെ അബദ്ധങ്ങളെ, തെറ്റുകളെ എല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ഇന്ന് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ വാഗ്ദാന പ്രകാരം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കണമേ. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്നരുളി ചെയ്ത ഈശോനാഥ, ഇന്നുവരെ ഹീലിംഗ് പ്രേയേഴ്സിലൂടെ നീ ചെയ്ത അനന്തകോടി നന്മകളെ ഞാൻ വിശ്വസിക്കുന്നു, അതേറ്റുപറയുന്നു. നീ ഞങ്ങളുടെ ജീവിതത്തിൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങളെ ഞങ്ങളത് സ്വീകരിക്കുന്നു, അതേറ്റുപറഞ്ഞ അങ്ങയ്ക്ക് നന്ദി അർപ്പിക്കുന്നു. കർത്താവെ, അങ്ങ് ദാനമായി നൽകിയ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്താൻ ആവശ്യമായ ദൈവിക കൃപയും ജ്ഞാനവും അറിവും ബുദ്ധിയും ഞങ്ങൾക്ക്, മാതാപിതാക്കളായ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. എന്തെന്നാൽ ഇപ്പോഴത്തെ ജീവിത സാഹചര്യമനുസരിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ എങ്ങനെ നേരെ വളർത്തണം എന്ന് ഞങ്ങൾക്കറിയുന്നില്ല. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവഭയവും ദൈവഭക്തിയും അനുസരിച്ച് വളർത്തുന്നത് എങ്ങനെയെന്ന് അറിയായിക കൊണ്ട് ദൈവമേ, നിൻ്റെ ജ്ഞാനം ഞങ്ങൾക്ക് അത്യാവശ്യമാണ്. ഞങ്ങളുടെ ജ്ഞാനം കൊണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നയിച്ചാൽ അത് എങ്ങനെ അവരുടെ ജീവിതത്തെ രൂപപ്പെടുത്തും എന്നറിയായിക കൊണ്ട് ഇന്ന് ഞങ്ങളുടെ മക്കൾക്കു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കാനുള്ള ജ്ഞാനം തരണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സഹായിക്കാൻ ഞങ്ങൾക്ക് ജ്ഞാനം തരണമേ. ഞങ്ങളുടെ മക്കൾ ആഗ്രഹിക്കുന്ന സ്നേഹവും കരുതലും സംരക്ഷണവും നൽകാൻ
ഞങ്ങൾക്ക് ദൈവീകമായ ജ്ഞാനം നൽകി അനുഗ്രഹിക്കണമേ. പരീക്ഷ എഴുതുന്ന ഞങ്ങളുടെ മക്കളെ പ്രത്യേകമായി സമർപ്പിക്കുന്നു. അവരുടെ അലസതയും ജഡികാസക്തിയും മാറ്റി ജഡികമായ പ്രവണതകളിൽ നിന്ന് പിൻവാങ്ങി ആത്മീയ കാര്യത്തിൽ തൽപരരാകുന്നതിനും അവരുടെ പഠന വിഷയങ്ങളിൽ തൽപരരാകുന്നതിനും അവരുടെ പരീക്ഷ ഏറ്റവും ഉത്തരവാദിത്വ ബോധത്തോടെ കണ്ട് നല്ല രീതിയിൽ പഠിക്കുന്നതിനും ഉയർന്ന മാർക്ക് ലഭിക്കുന്നതിനും ഉയർന്ന വിജയമുണ്ടാകുന്നതിനും ഞങ്ങളുടെ മക്കൾക്കു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എല്ലാത്തരം തിന്മയിൽ നിന്നും ഞങ്ങളുടെ മക്കളെ നീ കാത്തുരക്ഷിക്കണമേ. എല്ലാ മേഖലയിലും നിന്റെ നിയന്ത്രണം ഞങ്ങളുടെ മക്കളുടെ മേൽ നീ ഏർപ്പെടുത്തി ഒരിക്കലും ദൈവഭക്തിയിൽ നിന്നോ ദൈവഭയത്തിൽ നിന്നോ അവർ മാറിപ്പോകാതിരിക്കാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നീ അനുഗ്രഹിക്കണമേ. അവരെ നീ സംരക്ഷിക്കണമേ. ഞങ്ങളുടെ മക്കൾക്കെതിരെ പോരാടുന്ന എല്ലാ ശത്രുക്കളെയും കർത്താവേ, നിന്റെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മക്കളെ വഴിതെറ്റിക്കാനുള്ള ശത്രുവിൻ്റെ തന്ത്രങ്ങളെ അപ്പാടെ പരാജയത്തിലാക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മക്കളെ നിന്റെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്കൂളിലും കോളേജുകളിലും പോകുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, ഞങ്ങളുടെ യുവതി യുവാക്കളെ നീ അനുഗ്രഹിക്കണമേ. അവരെ സംരക്ഷിക്കണമേ. ലോകത്തിൻ്റെ ജഡിക പ്രവണതയിൽ നിന്ന്, തെറ്റായ ആസക്തിയിൽ നിന്ന് ഞങ്ങളുടെ മക്കളെ നീ സംരക്ഷിക്കണമേ. ദൈവഭയവും ദൈവഭക്തിയും ദൈവിക ജ്ഞാനവും കൊണ്ട് ഞങ്ങളുടെ മക്കളെ നിറയ്ക്കണമേ. ദൈവമേ, നിൻ്റെ ബുദ്ധിയാൽ ഞങ്ങളുടെ മക്കളെ നിറയ്ക്കണമേ. വിവേചന വരം കൊണ്ട് ഞങ്ങളുടെ മക്കളെ നിറയ്ക്കണമേ. ശരിയേത് തെറ്റേത് എന്ന് വിവേചിച്ചറിഞ്ഞ്, ദൈവം ഇഷ്ടപ്പെടുന്ന മാർഗം ഏത് എന്ന് വിവേചിച്ചറിഞ്ഞ് അതിലെ നയിക്കപ്പെടാൻ ഞങ്ങളുടെ മക്കളെ നീ സഹായിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളുടെ മക്കളെ നീ അനുഗ്രഹിക്കണമേ, ശക്തിപ്പെടുത്തണമേ. കർത്താവേ, അവരുടെ ഹൃദയത്തെ നീ അറിയണമേ. അവരുടെ ഹൃദയത്തിൻ്റെ വേദനയും വിഷമങ്ങളും അവരുടെ പരാതികളും അവരുടെ വിജയവും പരാജയവും എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു. അവരുടെ പഠനകാര്യങ്ങളെ സമർപ്പിക്കുന്നു. അവരുടെ ആരോഗ്യത്തെ സമർപ്പിക്കുന്നു. അവരുടെ വീക്ഷണങ്ങളെ, ജീവിത വീക്ഷണങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവേ, ശരിയായ മാതൃകാപരമായ ജീവിതം മാതാപിതാക്കളായ ഞങ്ങൾക്ക് നയിക്കാൻ കഴിയാത്തതുകൊണ്ട് അതിനിരയാകുന്ന ഞങ്ങളുടെ മക്കളുടെ മേൽ നീ കനിവ് തോന്നി അവരെ നീ സംരക്ഷിക്കണമേ, അനുഗ്രഹിക്കണമേ. അവരുടെ വേദനകളെ നീ അറിയണമേ. മനസ്സിൻ്റെ ദുഃഖം നീ എടുത്തു മാറ്റണമേ. ഞങ്ങളുടെ മക്കളുടെ ഹൃദയത്തിലുള്ള എല്ലാ ദുഃഖവും വേദനയും നീ ഇന്ന് ഈ പ്രഭാതത്തിൽ നീ സുഖപ്പെടുത്തണമേ. കർത്താവെ, നിന്നിൽ വിശ്വസിക്കാനുള്ള ശക്തി നൽകി. കർത്താവ് എല്ലാത്തിനും എൻ്റെ കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടേണ്ട ആവശ്യമില്ല. എന്നെ കരുതുന്ന എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. എന്നെ ശത്രുകരങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ ശക്തനായ ദൈവം എൻ്റെ കൂടെയുണ്ട്. എനിക്ക് വിവേകവും ബുദ്ധിയും നൽകുന്ന ദൈവം എൻ്റെ കൂടെയുണ്ട്. അതിനാൽ ഞാൻ ചുറ്റിനുമുള്ള വ്യക്തികളെ ഓർത്ത് ഭയപ്പെടേണ്ട. എന്തെന്നാൽ എൻ്റെ രക്ഷകനായ ദൈവമാണ് എൻ്റെ കരം പിടിച്ചിരിക്കുന്നത്. അതിനാൽ ഞാൻ ഭയപ്പെടേണ്ട കാര്യമില്ല. എന്തെന്നാൽ എൻ്റെ കരം എൻ്റെ കർത്താവാണ് പിടിച്ചിരിക്കുന്നത്. ഞാൻ ഇനി ആരെയും ഭയപ്പെടുകയില്ല. ഞാൻ ദൈവഭക്തിയിൽ, ദൈവവിശ്വാസത്തിൽ, ദൈവഭയത്തിൽ, ദൈവിക ജ്ഞാനത്തിൽ ഞാൻ വളരും. ഞാൻ എൻ്റെ മാതാപിതാക്കളെ അനുസരിക്കും. എൻ്റെ ഗുരുക്കന്മാരെ അനുസരിക്കും. എൻ്റെ ദൈവത്തോട് ഞാൻ വിശ്വസ്തത കാണിക്കും. അങ്ങനെ ഞങ്ങളുടെ ഓരോ മകനും മകളും ദൈവാനുഗ്രഹത്താൽ നിറഞ്ഞ് ജീവിക്കാൻ കർത്താവെ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും മക്കളെ നീ അനുഗ്രഹിക്കണമേ. ദൈവമേ, മക്കളെക്കുറിച്ച് ആദിയുള്ള എല്ലാ മാതാപിതാക്കളുടെ മേലും ഇന്ന് നീ കരുണയുണ്ടാകണമേ. മക്കൾ ദൈവത്തിൻ്റെ സമ്പത്തായതിനാൽ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം മക്കൾ ജീവിക്കുന്നതിന് അവരെ സഹായിക്കാനുള്ള ജ്ഞാനം മാതാപിതാക്കളായ എല്ലാവർക്കും നീ ഇന്ന് ഈ പ്രഭാതത്തിൽ നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളുടെ എല്ലാ വിഷമങ്ങളെയും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മക്കളെ തകർക്കാനുള്ള ശത്രുവിൻ്റെ എല്ലാ പദ്ധതികളെയും യേശു നാമത്തിൽ ഞാനിപ്പോൾ തകർത്തെറിയുന്നു. എൻ്റെ കർത്താവിൻ്റെ തിരുരക്തം ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ ഇപ്പോൾ വരട്ടെ. കർത്താവിൻ്റെ തിരുരക്തത്താൽ ഞങ്ങളുടെ മക്കൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ. കർത്താവേ, നിൻ്റെ തിരുരക്തം എപ്പോഴും ഞങ്ങളുടെ മക്കളുടെ തല മുതൽ പാദം വരെ കാത്ത് സംരക്ഷിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ലോകത്തിൻ്റെ തിന്മയിൽ നിന്ന്, അശുദ്ധിയിൽ നിന്ന്, ആസക്തിയിൽ നിന്ന്, പ്രലോഭനങ്ങളിൽ നിന്ന്
കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നീ രക്ഷിക്കണമേ. നിന്റെ കരങ്ങളിൽ ഞങ്ങൾ അവരെ ഏൽപ്പിച്ചു തരുന്നു. ഞങ്ങളുടെ മക്കൾക്കു വേണ്ടി നീ പോരാടണമേ. നിന്റെ ശക്തമായ കരം ഞങ്ങളുടെ മക്കളെ രക്ഷിക്കണമേ. കർത്താവേ, നീ ഞങ്ങളുടെ മക്കൾക്കു വേണ്ടി പോരാടും എന്ന ഈ തിരുവചനം ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതിനാൽ മാതാപിതാക്കളുടെ മക്കളെക്കുറിച്ചുള്ള ഭാരങ്ങൾ എടുത്തു മാറ്റി, കർത്താവ് എൻ്റെ മക്കൾക്കു വേണ്ടി പോരാടും. ശത്രു എൻ്റെ മക്കളെ ഇനി പ്രലോഭനത്തിൽ അകപ്പെടുത്താൻ ശത്രുവിന് സാധിക്കുകയില്ല. എന്നാൽ എൻ്റെ മക്കളെ കൈപിടിച്ചുയർത്തുന്നവൻ എൻ്റെ കർത്താവായ യേശുവാണ്. അതിനാൽ എൻ്റെ മക്കളുടെ കൂട്ടുകെട്ടുകൾ, മക്കളുടെ നടപ്പ്, പോക്ക്, വാക്കുകൾ, സംസാരം, ചിന്ത എല്ലാം എൻ്റെ ദൈവത്തിൻ്റെ ശക്തിയാൽ നിറഞ്ഞിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ദൈവമാണ് എൻ്റെ മക്കളുടെ എല്ലാം. എൻ്റെ ദൈവമാണ് എൻ്റെ കുഞ്ഞുങ്ങളെ നിയന്ത്രിക്കുന്ന ശക്തി. അതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. എൻ്റെ മക്കൾ ദൈവിക മാർഗത്തിലൂടെ തന്നെ ജീവിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനാൽ ഞാനത് ഏറ്റുപറയുന്നു. എൻ്റെ കർത്താവ് അവരെ സ്നേഹിക്കുന്നു. എൻ്റെ കർത്താവ് അവരെ കരുതുന്നു. അതിനാൽ ഞാൻ ഇനി ഭയപ്പെടുകയില്ല. മക്കളെ ഓർത്ത് ഞാൻ ദൈവമേ അങ്ങേക്ക് നന്ദി അർപ്പിക്കും. അതിനാൽ ഇന്ന് ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ, മക്കളെ പ്രത്യേകിച്ച് നീ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. അവർ കൂടുതൽ നല്ല രീതിയിൽ പഠിക്കാനും ഉയർന്ന മാർക്കോടുകൂടെ പാസ്സാകാനും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നീ അനുഗ്രഹിക്കണമേ. അവരുടെ സ്വഭാവത്തെ നീ വിശുദ്ധീകരിച്ച്, അവരുടെ ചിന്തകളെ വിശുദ്ധീകരിച്ച് ദൈവമാർഗത്തിൽ, ദൈവഭക്തിയോടെ, ദൈവഭയത്തോടെ, ദൈവിക വിവേകത്തോടെ, വിജ്ഞാനത്തോടെ ജീവിക്കാൻ കർത്താവേ ഞങ്ങളുടെ മക്കളെ നീ അനുഗ്രഹിക്കണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും ഈ പ്രഭാതത്തിൽ നീ അനുഗ്രഹിക്കണമേ. അവരുടെ ആവശ്യങ്ങളെ, നിയോഗങ്ങളെ നീ സാധിച്ചു കൊടുക്കണമേ. ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും, എല്ലാ കുഞ്ഞുമക്കളെയും, ഈ ലോകം മുഴുവനുള്ള കുഞ്ഞുങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ഈ ലോകം മുഴുവനുള്ള യുവതി യുവാക്കളെ, കുഞ്ഞുമക്കളെ, സ്റ്റുഡൻസിനെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീ ഞങ്ങളുടെ എല്ലാമാണ്. ഞങ്ങളുടെ വേദന അറിയുന്ന ദൈവമേ, ഞങ്ങളുടെ മക്കളുടെ മേൽ എപ്പോഴും നിൻ്റെ കരം ഉണ്ടാകണമേ. ശത്രുവിൻ്റെ പക്ഷത്തേക്ക് അവർ ഒരിക്കലും പോകാതെ നിൻ്റെ പക്ഷത്തിൽ, നിന്നോട് കൂടെ നിന്ന്, നിൻ്റെ കൈപിടിച്ച് നടക്കുന്നതിന് ഞങ്ങളുടെ മക്കളെ നീ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ, പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ കുഞ്ഞുമക്കളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് മാതാപിതാക്കളുടെ എല്ലാ ടെൻഷനുകളും മാറ്റി, മക്കളെക്കുറിച്ചുള്ള ആദി മാറ്റി, ഞങ്ങളുടെ മക്കളെ നീ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത്, മാതാപിതാക്കളെ നീ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് അങ്ങേക്ക് കോടാനുകൂടി നന്ദി അർപ്പിക്കുന്നു. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ നമ്മുടെ മക്കൾക്കു വേണ്ടി ദൈവം പോരാടി നമ്മുടെ മക്കളുടെ സുരക്ഷിതത്വവും സംരക്ഷണവും ഉറപ്പുവരുത്തി അവർക്കെപ്പോഴും ജീവിത വിജയം നൽകി
ദൈവീക മക്കളായി ദൈവഭയവും ദൈവഭക്തിയും ദൈവിക വിവേകവും വിജ്ഞാനവുമുള്ള മക്കളായി വളരുന്നതിന് കർത്താവ് നമ്മുടെ മക്കളെ അനുഗ്രഹിക്കട്ടെ. മക്കളെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്ന എല്ലാ മാതാപിതാക്കളെയും കർത്താവ് ഇന്ന് അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ പ്രാർത്ഥന മക്കളെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കളിലേക്കും മക്കളുള്ള എല്ലാവർക്കും ഇത് അയച്ചു കൊടുക്കുക. കർത്താവ് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കും. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.